Agamananda Swami, 1896 to 1961. His life lasted 65 years. ആഗമാനന്ദ സ്വാമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു ആഗമാനന്ദ സ്വാമി. കേരള വിവേകാനന്ദൻ, കേരളത്തിലെ രാമകൃഷ്ണ മിഷന്റെ പ്രധാന നേതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധനായ ആഗമാനന്ദ സ്വാമി 1896 കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിക്കുന്നത്. ആഗമാനന്ദ സ്വാമിയുടെ ആദ്യകാല നാമമായിരുന്നു കൃഷ്ണൻ നമ്പ്യാതിരി. ഇദ്ദേഹം സന്യാസം സ്വീകരിച്ചത് സ്വാമി നിർമ്മലാനന്ദയിൽ നിന്നുമാകുന്നു. ആഗമാനന്ദ സ്വാമിയുടെ ആദ്യ ആശ്രമം തൃശൂർ ജില്ലയിലെ പുതുക്കാടാകുന്നു. ആഗമാനന്ദ സ്വാമിയുടെ പ്രധാന സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. 1936 കാലടിയിൽ സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം, അതുപോലെ കാലടിയിലെ ബ്രഹ്മാനന്ദോദയം സംസ്കൃതം സ്കൂൾ, മാത്രമല്ല 1954 കാലടിയിൽ സ്ഥാപിച്ച ശ്രീ ശങ്കര കോളേജും, അതുപോലെ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം എന്ന ഓർഗനൈസേഷന് രൂപം നൽകിയതും ആഗമാനന്ദ സ്വാമിയാകുന്നു. അതുപോലെ ആഗമാനന്ദ സ്വാമിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാകുന്നു വിവേകാനന്ദ സന്ദേശം, ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണുപുരാണം തുടങ്ങിയവ. അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാഗസീനുകളാകുന്നു പ്രബുദ്ധ കേരളം, അമൃതവാണി തുടങ്ങിയവ. ആഗമാനന്ദ സ്വാമിയുടെ പ്രസംഗ ശേഖരത്തെ വീരവാണി എന്നറിയപ്പെടുന്നു. ഒരു കാര്യം മാറിപ്പോകരുത്, കാലടിയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനാകുന്നു ആഗമാനന്ദ സ്വാമി. എന്നാൽ ആലുവയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാകുന്നു. ആലുവയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവും കാലടിയിലെ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ആഗമാനന്ദ സ്വാമിയുമാകുന്നു. അത് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക.